അള്ളാഹു സുബ്ഹാന ഇത് മഴക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായ ഒരു കാലം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 2 ആഴ്ചകൾക്ക് മുമ്പ് എല്ലാവരോടും വളരെ കർശനമായിട്ടുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. പലരും ദുആ ചെയ്തിട്ടുണ്ട്, നിസ്കാരത്തിൻ്റെ ശേഷം ദുആക്കാൻ വേണ്ടിയും മറ്റുമൊക്കെ. ഇപ്പം ഇന്ന് പ്രത്യേകമായിട്ടൊരു ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് സാധാ ഒരു ദുആ മാറ്റാൻ പറ്റില്ല. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അള്ളാഹുവിനോട് എന്താക്കുക, നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നാണ്. അപ്പം നമ്മൾ തെറ്റ് ഇതൊക്കെ ഒഴിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ച് മടങ്ങി ദിക്റുകളെ വർദ്ധിപ്പിച്ച് മഹാന്മാർക്കുള്ള ആസാറുകളെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാനാവുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മഴയില്ലാത്ത ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബിനോട് വന്നു പറഞ്ഞു ജനങ്ങൾ. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസല്ലേ. ആ പറഞ്ഞ് അല്ലാഹുമ്മ ഇന്നാ കുനാന തവസ്സലു ബി നബിയിക, നബിനെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഞങ്ങൾ ചോദിച്ചിരുന്നത്. അങ്ങനെ നബീനെ മുൻനിർത്തി ചോദിച്ചാൽ കിട്ടുമെന്നുള്ളത് ഉറപ്പാണല്ലോ. ഇതപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണശേഷം അവിടെ ഖബറിൽ ചെന്ന് തപസ്സുൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, അത് ഹയാത്തുള്ള ഒരു ആളുണ്ടാവുമ്പോൾ അദ്ദേഹം മരണപ്പെട്ട ആളെക്കാളും ഫضിൽ കുറഞ്ഞ ആളാണെങ്കിലും ആ ഹയാത്തുള്ളവരെ കൊണ്ട് തവസ്സുൽ ചെയ്യണീന് കുഴപ്പമില്ലാത്തുള്ളൊരു മസല പഠിപ്പിച്ചു തരാൻ വേണ്ടി മഹാനാവുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ എന്താക്കി, ഇതാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എളാപ്പയാവുന്ന അബ്ബാസ് റളിയല്ലാഹു തആല മൂപ്പരെ മുൻനിർത്തിക്കൊണ്ടിട്ടാണ്. പണ്ട് നമ്മളെ ഈ ഭാഗത്തൊക്കെ മമ്പുറത്ത് കൊടിയെടുത്തുകൊണ്ടിരാണ്. അത് പഴമക്കാർക്കൊക്കെ അറിയാം. അന്ന് കൊടിയെടുത്തത് മഴയും പെയ്യും. അന്ന് കൊടിയെടുത്ത് വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുനടക്കലേ, നെല്ലിന് വരമ്പത്ത് കൂടി മറ്റൊക്കെ. എന്നിട്ട് ഒരു വിജനമായ ഒരു സ്ഥലത്ത് എല്ലാവരും കൂടിയിരുന്ന് ഈ കൊടി മുന്നിൽ വെച്ച് നമ്മൾ ദുആ ചെയ്യലുണ്ടായിരുന്നു. അന്ന് മഴ വർഷിക്കാറുണ്ടായിരുന്നു. മഹാന്മാരുടെ ആസാറുകൾ, അപ്പോൾ മഹാന്മാരുടെ ആസാറുകൾ, ആ ആസാറുകളും കൂടി തവസ്സുൽ ചെയ്തുകൊണ്ട് നമ്മൾ ദുആ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ മഴക്ക് തേടാൻ വേണ്ടിയുള്ള നിസ്കാരമുണ്ട്. ആ നിസ്കാരത്തിൻ്റെ മുമ്പായിട്ട് നോമ്പുണ്ട് 3 ദിവസം. അതൊക്കെ നാളെ ഖത്തീബുമാരോട് അതിനെപ്പറ്റിയൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അർഹമുർ റഹീമീനായ തമ്പുരാനെ ധാരാളമായ ഞങ്ങൾക്ക് വർഷിപ്പിച്ച് തരുന്ന തമ്പുരാനെ ബുദ്ധിമുട്ടല്ലാത്ത എല്ലാ നിലക്കുള്ള ഉപകാരമുള്ള മഴയെ വർഷിപ്പിച്ച് തരുന്ന തമ്പുരാനെ, മഴയില്ലാത്തതുകൊണ്ട് ഈ രാജ്യത്തും അല്ല പല സ്ഥലങ്ങളിലും ഒരുപാട് മനുഷ്യരും മൃഗങ്ങളും മറ്റുള്ള ജീവജാലങ്ങളെല്ലാം അതുപോലെ തന്നെ ഇവിടുത്തെ മരങ്ങളും സസ്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളൊക്കെ പാവികളാണ് തമ്പുരാനെ. ഞങ്ങൾ ചെയ്ത തെറ്റുകാരമായി ഞങ്ങളെ പിടിച്ചു രക്ഷിക്കൽ തമ്പുരാനെ. ഞങ്ങൾക്കൊക്കെ സുഭിക്ഷമായ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ധാരാളമായ വർഷിപ്പിച്ച് തന്നെ തമ്പുരാനെ. ഈ മഹാന്മാർക്കുള്ള ഹക്ക് കൊണ്ട് വർഷിപ്പിക്കണേ തമ്പുരാനെ.